സംസ്ഥാനത്ത് രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി ജനജീവിതത്തെ കാര്യമായി ബാധിക്കുകയാണ്. 15 മുതൽ 30 മിനിറ്റ് വരെയുള്ള വൈദ്യുതി മുടക്കം ഏർപ്പെടുത്തുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും പലയിടത്തും അത് 1 മണിക്കൂറോളം നീളുകയാണ്. ലോഡ് ഷെഡിംഗായി മാറുന്നുണ്ട്. ഇതെങ്ങനെ എത്ര നാൾ തുടരുമെന്ന കാര്യത്തിൽ സർക്കാരിനും വ്യക്തതയില്ല. അതേസമയം റൗണ്ട് ക്ലോക്ക് അടിസ്ഥാനത്തിൽ വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷനിൽ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ് KSEB. വിശദാംശങ്ങൾ നൽകാൻ ദിലീപ് കുറ്റിച്ചിലാണ് ചേരുന്നത്. ദിലീപ് പറയൂ. ഗൗതം, വളരെയധികം പ്രതിസന്ധിയിലാണ് ഇപ്പോൾ KSEBയുടെ അവസ്ഥ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി വരെ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ തന്നെയാണ്. അതായത് അനിശ്ചിതകാലത്തേക്കാണ് ഇത്തരത്തിൽ പവർ കട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ വ്യക്തമായി ചോദിച്ചായിരുന്നു ഇനി എത്ര ദിവസമാണ് ഇത്തരത്തിൽ പവർ കട്ടിംഗ് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പോലും അദ്ദേഹം വ്യക്തമാക്കിയത് അത് ഇപ്പോൾ പറയാനാകില്ല എന്നടക്കമുള്ള ഒരു അലംഭാവ മട്ടത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചതും. അതേസമയം മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് സൗരോർജ്ജം ഈ സ്റ്റോർ ചെയ്യാൻ വെക്കാനുള്ള സൗകര്യം പോലും അവർ ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും പകൽ സമയത്ത് സൗരോർജ്ജം വഴി നമുക്ക് വൈദ്യുതി ലഭ്യമാകുന്നുണ്ട്. പക്ഷേ അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സമ്പ്രദായം നിലവിൽ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയതും. എന്തായാലും KSEB ആസ്ഥാനത്തേക്ക് അല്പസമയത്തിന് തന്നെ യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ മാർച്ചിനോട് സംസ്ഥാന യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് വിഷ്ണു തന്നെ ഈ ഒരു ഇതിനെപ്പറ്റി വിഷ്ണു ചേട്ടാ, ഈ പ്രതിഷേധ മാർച്ചിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറിലധികം ഇപ്പോൾ പവർ കട്ടാണ് ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്നത്. ഏകദേശം അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് എന്നാണ് ആദ്യം മുതൽക്കേ സർക്കാരും അതുപോലെ തന്നെ മന്ത്രി വ്യക്തമാക്കിയത്. ഇപ്പോൾ ഒരു മണിക്കൂറിലധികം കൂടുകയാണ്. ഇപ്പോൾ ഈ 1 മണിക്കൂറിൽ കൂടുതൽ മാത്രമല്ല പ്രശ്നം. ഈ സമയം ഒരു കൃത്യമായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ വരുന്നില്ല. ഇപ്പോൾ നമ്മൾ നേരത്തേക്ക് ഒരു വർക്ക് നടക്കുമ്പോൾ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള സംവിധാനമുണ്ട്. എല്ലാ സംവിധാനവും സർക്കാരിൻ്റെ സൈഡിലുണ്ട്. പക്ഷേ ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് അവരുടെ ഇഷ്ടത്തിന് ഇപ്പോൾ 9 മണിക്ക് കട്ട് ചെയ്യുന്നു, 9:30 വരുന്നു, 11 മണിയാകുമ്പോൾ വീണ്ടും കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ല. ആൾക്കാരിപ്പോൾ വീട്ടിലെ അമ്മമാരും ബാക്കി കുട്ടികൾ, നേരത്തെ പറഞ്ഞ അമ്മമാരും കുട്ടികൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എപ്പോഴാണ് കറണ്ട് പോകുന്നത്, എപ്പോൾ ഭക്ഷണം കഴിക്കണം. കാര്യം ഭക്ഷണം എടുത്ത് വയ്ക്കുമ്പോഴായിരിക്കും കറണ്ട് പോകുന്നത്. അതുപോലെ തന്നെ 9:15 പോകുന്നുണ്ട്, 9:05 പോകുന്നുണ്ട്. ആ ഒരു കൃത്യനിഷ്ഠ ഇല്ലാതെ ഒരു ഇതിലാണ് പോകുന്നത്. അപ്പോൾ ജനങ്ങളെ ജീവിതം അത്രയും ബുദ്ധിമുട്ടിലാക്കാനുള്ള ഒരു സംവിധാനം. ഇപ്പം മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ടിരുന്ന പരിപാടിയിൽ കറണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ MLA നമ്മൾ ചാൻസ് സംസാരിക്കുമ്പോൾ കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആർക്കും ഒരു ധാരണയില്ല കറണ്ട് പോകുന്നത്. അതിൻ്റെ ഒരു ഒരുക്കങ്ങളൊന്നും ഇല്ലാതെ അവരെ സ്വന്തം ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. അത് നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യം കുറവാണ്. കാരണം പവർ കട്ട് ആയതുകൊണ്ടും അതുപോലെ തന്നെ രോഗാവസ്ഥയുള്ളവരുടെ കാര്യം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ശരീരോഷ്മ ഇപ്പം കൂടുതലാണ്. ഈ ഫാനോ AC ഇല്ലാതെ തന്നെ ഇപ്പോൾ കിടക്കാനോ അതുപോലെ ഉറങ്ങുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇത്തരത്തിൽ ഏകദേശം 1 മണിക്കൂറൊക്കെ പവർ കട്ട് ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഈ കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു അമ്മ എൻ്റെ അടുത്ത് സംസാരിച്ച് പറഞ്ഞ കാര്യമാണ്. ആ കുട്ടിക്ക് രാത്രി അസൈൻമെൻറ്റ് വയ്ക്കണം. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടിയാണ്. അതിന് അസൈൻമെൻറ്റ് വയ്ക്കാൻ സമയത്ത് അത് 12 മണിക്ക് ശേഷം അലാറം വെച്ചിരുന്ന് അസൈൻമെൻറ്റ് എഴുതുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ കുട്ടി അടുത്ത ദിവസം രാവിലെ വീണ്ടും കോളേജിൽ പോയി പഠിക്കാനുള്ള കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഉറക്കം ശരിയാകുന്നില്ല. അങ്ങനെ ഒത്തിരി ബുദ്ധി. അപ്പോൾ ഇപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടി 3:30 വരുന്നു. അത് ഒന്ന് വീട്ടിൽ വരുമ്പോൾ തന്നെ 4:05 മണിയാവും. അത് ഫ്രഷായി വരുമ്പോഴത്തേക്ക് അവരെ ലോഡ് ഷെഡിങ് സമയമായി. ആ കൊച്ച് നോക്കിയിരിക്കുകയാണ് എപ്പോഴാണ് കറണ്ട് പോകാമെന്ന്. ആ കൊച്ച് നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം അത് നമുക്ക് ഒന്നെങ്കിൽ അവരിതിനൊരു ശാശ്വത പരിഹാരം കണ്ടുപിടിക്കുക. കാര്യം നേരത്തെ ഇവിടെ മാത്രമല്ല ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് ലോഡ് ഷെഡിങ് ചെയ്യുന്ന നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട് സർക്കാർ ലോഡ് ഷെഡിങ് അവർ നേരത്തെ ഉണ്ടായിരുന്നു. അവരതിന് ശാശ്വതമായ പരിഹാരം കണ്ടുപിടിക്കുക, അത് പ്രാവർത്തിയാക്കുകയും ചെയ്തു. നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടമ്മമാരുടെയും കുട്ടികളുടെയും എന്തിന് ജോലിക്ക് പോയി ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വരുമ്പോൾ കറണ്ട് പോകുന്നത് ചൂട് കാരണം ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ആൾക്കാരുടെ ജീവിത ശൈലി തന്നെ വലിയൊരു ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സൂചനാ സമരം മാത്രമാണോ അതോ സമരമായി മുന്നോട്ട് പോകാൻ? ഇല്ല, ഇത് നമ്മളൊരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യുവമോർച്ചയുടെ പ്രതിഷേധമാണ് അവിടെ അറിയിക്കാൻ പോകുന്നത്. ഈ പ്രതിഷേധത്തിൽ അവരൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കി പ്രതിഷേധങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. തീർച്ചയായും ഗൗതം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് അതായത് ഈ ഒരു പവർ കട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ മുൻകാലങ്ങളിലുള്ള സർക്കാർ, പ്രത്യേകിച്ച് തമിഴ്നാട് സർക്കാർ ആവട്ടെ അല്ലെങ്കിൽ കർണാടക സർക്കാർ, മറ്റു സർക്കാരുകൾ രൂപപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും ഇതിന് ഏത് രീതിയിൽ ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും സർക്കാരിന് മുന്നിൽ അതോടൊപ്പം തന്നെ ഈ വൈദ്യുത വകുപ്പിൻ്റെ കീഴിലും മന്ത്രിക്ക് തന്നെ വ്യക്തമായി തന്നെ ഒരു പ്രതികരണവും നടത്താൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാന
വിഷയം എന്ന് പറയുന്നത് അതായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രശ്നത്തിലാവുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 12 മണിക്ക് ശേഷം, അതായത് രാത്രി 12 മണിക്ക് ശേഷം അസൈൻമെന്റ് എഴുതുക, അതോടൊപ്പം തന്നെ 12 മണിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസ്ഥയിലേക്ക് പോകുക എന്നടക്കമുള്ള കാര്യങ്ങൾ വളരെയധികം വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ രോഗികളുടെ, അതായത് വീടുകളിലുള്ള രോഗികളുടെ അവസ്ഥയും അതും വളരെയധികം പ്രയാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം വൈദ്യുത മന്ത്രിയായ സണ്ണി ജോസഫ് ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ എൽനിനോ പ്രതിഭാസം കാരണം മഴ ലഭ്യത കുറവാണ്, അതുകൊണ്ടാണ് മഴയില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നം വരുന്നതെന്നും അതോടൊപ്പം തന്നെ ഡാമുകളിൽ ജലലഭ്യത വളരെയധികം കുറവാണ് എന്നടക്കമുള്ള മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞാണ് അദ്ദേഹത്തെ ഇതിനെ ഈ ഒരു വിഷയത്തെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിനുവേണ്ടി ഇതിനെ എങ്ങനെ ഈ ഒരു വിഷയത്തെ പരിഹാരം കാണണം എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സൗരോർജ്ജം വഴി നമുക്ക് വൈദ്യുതി ലഭിക്കുന്നുണ്ട്, പക്ഷേ അത് സ്റ്റോറേജ് ചെയ്യാനുള്ള പ്രതിസന്ധിയുണ്ട് എന്തടക്കമുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് എങ്ങനെയാണ് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള കാരണം പോലും അദ്ദേഹം വ്യക്തമാക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഏറ്റവും ചർച്ച ചെയ്യേണ്ട കാര്യം. ദിലീപ്, സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെ തുടരുകയാണ്. അതിശക്തമായ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. വലിയ ഇരുട്ടടിയാണ് വി.ഡി. സതീശൻ സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധം ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ്. ദിലീപ് കുറ്റിച്ചിലാണ് ചേർന്നത്.